വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും കൃപതൻ നിറവായൊഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിൻ്റെ പൊരുളാകും വചനം സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, സഭയുടെ കൂദാശകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൂദാശയാണല്ലോ വിവാഹം എന്ന കൂദാശ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ തന്നെ വിവാഹം എന്ന കൂദാശയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിവാഹത്തിൻ്റെ പവിത്രതയെക്കുറിച്ചുമെല്ലാം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. എത്രയോ സുന്ദരമായ ഒരു വചനമാണത്. ഈശോ, ദൈവമായ കർത്താവ് ഒത്തിരിയേറെ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ വലിയ ഒരു സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏദെൻ തോട്ടത്തിൽ വച്ച് ആദ്യമായി കുടുംബത്തിന് സ്ഥാപനം കൊടുക്കുകയും കുടുംബജീവിതം പവിത്രതയുടെയും വിശുദ്ധിയുടേതുമാക്കി മാറ്റണമെന്നെല്ലാം ദൈവം പഠിപ്പിക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന, വിവാഹ ജീവിതത്തിലായിരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും തങ്ങളുടെ ജീവിതം എപ്രകാരം നയിക്കണമെന്ന് വ്യക്തമായി കാണിക്കുന്ന 2 വചനഭാഗങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതത്തിലായിരിക്കുന്ന പുരുഷന്മാർക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പുരുഷന്മാർക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വചനഭാഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 24-ാം തിരുവചനത്തിലുള്ളത്. വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. വചനം ഒരിക്കൽ കൂടി നമുക്ക് ശ്രവിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 24-ാം തിരുവചനം: അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. കുടുംബജീവിതം നയിക്കുന്ന, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന പുരുഷന്മാരെല്ലാവരും ശ്രദ്ധിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കേണ്ട വചനഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. വിവാഹ ജീവിത അന്തസ്സിലായിരിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രധാനപ്പെട്ടതായി കാണേണ്ടത് അവൻ്റെ ഭാര്യയെയാണ്. വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആവിഷ്കരണമായി
ദൈവം നിനക്ക് വേണ്ടി കരുതി വച്ചിരുന്ന ഭാര്യയെ അവിടുന്ന് നിനക്ക് തരുമ്പോൾ നീ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുന്നു, അവർ ഒറ്റ ശരീരമായി തീരുന്നു. ചില പുരുഷന്മാർ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന തൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനമെന്തെന്നും കടമകൾ എന്തെന്നും ഉത്തരവാദിത്തങ്ങൾ എന്തെന്നും തിരിച്ചറിയാതെ അവളെ കുടുംബത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിലും കൊണ്ടിട്ട് കുടുംബത്തിലുള്ള ഈ പുരുഷൻ്റെ മാതാപിതാക്കൾ തന്നെ, പ്രത്യേകിച്ച് അമ്മയായിരിക്കണമല്ലോ, അന്ന് ഉണ്ടായിരുന്ന അതേ സ്ഥാനത്ത് തന്നെ അവൾ തുടർന്നുകൊണ്ടിരിക്കും. ഈ പുരുഷൻ ഭാര്യയുമായി സംസാരിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്, ഭാര്യയുമായി പങ്കുവെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അവരുടേതായ വ്യക്തിപരമായ ജീവിതമുണ്ട്. അതിന് മുതിരാതെ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ചേർന്ന് അവരുമായി സംസാരിക്കുകയും അവരുമായി തൻ്റെ ജീവിത കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ ജീവിത ഉത്തരവാദിത്വം ഒരു പുരുഷൻ നിർവഹിക്കുന്നില്ല. കാരണം ആ വ്യക്തി ഭാര്യയെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. വചനം കൃത്യമായി പറഞ്ഞു, നീ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന നിന്റെ ഭാര്യയുമായി നീ ഏക ശരീരമായി തീരും, ഒറ്റ ശരീരമായി തീരുമെന്നാണ് പറയുന്നത്. ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണല്ലോ. അത്രയേറെ സ്നേഹവും ദൃഢതയും ജീവിത ബന്ധവും വിവാഹ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആരംഭ അധ്യായങ്ങളിൽ തന്നെ ദൈവമായ കർത്താവ് വ്യക്തമാക്കി തരികയാണ്. ഒരു പുരുഷൻ അവൻ്റെ ഉത്തരവാദിത്തങ്ങളും ജീവിത കടമകളും വേണ്ട രീതിയിൽ തൻ്റെ ഭാര്യയോട് നിർവഹിക്കണമെന്ന് വ്യക്തമാക്കി ദൈവം വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. ഈ വചനത്തെ നമ്മൾ മനസ്സിലാക്കാതെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനവും ഭാര്യയെ ഏൽപ്പിക്കേണ്ട കർത്തവ്യങ്ങളും അവളോട് കാണിക്കേണ്ട സ്നേഹവും കാണിക്കാതെ നീ നിന്റെ കുടുംബത്തിലുള്ള മറ്റേതെങ്കിലും വ്യക്തികൾക്കോ നിന്റെ സ്ഥാനമാനങ്ങൾക്കോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ നീ പ്രഥമ സ്ഥാനം കൊടുക്കുമ്പോൾ വിവാഹമെന്ന കൂദാശയുടെ പവിത്രതയെ നീ തിരിച്ചറിയാതെ നീ പിന്നോട്ട് വലിഞ്ഞു മാറുന്ന ഒരു വ്യക്തിയായി മാറും. പ്രിയപ്പെട്ട കുടുംബനാഥന്മാര്, വിവാഹ ജീവിത അന്തസ്സിലായിരിക്കുന്ന പുരുഷന്മാര് ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ല ഒരു വചനഭാഗമാണിത്. നീ താലി ചാർത്തിയിരിക്കുന്ന നിന്റെ ഭാര്യയും നീയും ഒറ്റ ശരീരമായി കഴിയുന്നവരാണ്. അങ്ങനെയെങ്കിൽ നിന്റെ സ്നേഹം നീ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടതും നിന്റെ ഭാര്യയ്ക്ക് തന്നെയാണ്. ആ ഭാര്യയോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം നിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നീ നിർവഹിക്കുവാൻ, നീ ചെയ്തു തീർക്കുവാൻ. ബാക്കിയുള്ളവരെ മാറ്റി നിർത്തണമെന്നല്ല, പക്ഷേ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കേണ്ടവർക്ക് കൊടുക്കണമെന്ന് നമ്മളെ വ്യക്തമാക്കി തരികയാണ് ഈ വചനഭാഗം. വീണ്ടും ഇനി സ്ത്രീയുടെ ഭാഗത്തു നിന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. വിവാഹം കഴിച്ച് ഒരു പുതിയ വീട്ടിലേക്ക്, ഒരു പുതിയ ഭവനത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീയുടെ ജീവിതത്തിലും ചില ചുമതലകളുണ്ട്, ചില കർത്തവ്യങ്ങളുണ്ട് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതിന് ഏറ്റവും അഭികാമ്യമായ ഒരു വചനഭാഗം എല്ലാ ഭാര്യമാരോടും വിവാഹ ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന എല്ലാ സ്ത്രീകളോടും പറയുവാനുള്ള വചനഭാഗം സങ്കീർത്തന പുസ്തകം
45 അധ്യായം 10 തിരുവചനമാണ്. സങ്കീർത്തനങ്ങൾ 45:10 തിരുവചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു: മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. എത്ര മനോഹരമായ ഒരു വചനമാണിത്. എല്ലാ ഭാര്യമാരും കുടുംബജീവിത അന്തസ്സിലേക്ക് പ്രവേശനം ഒരുങ്ങുന്ന സ്ത്രീകളും ചിന്തിക്കുകയും ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വചനഭാഗമാണിത്. സങ്കീർത്തന പുസ്തകം 45:10 മകളെ കേൾക്കുക, ചെവി ചായ്ച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും നീ മറക്കുക എന്ന് ദൈവമായ കർത്താവ് ഉത്ബോധിപ്പിക്കുകയാണ്. ആ വചനത്തിൻ്റെ അഗാധ തലങ്ങളിലേക്കൊന്ന് ഇറങ്ങി നമ്മളൊന്ന് ധ്യാനിക്കണം. വിവാഹ ജീവിത അന്തസ്സിലായിരിക്കുന്ന എല്ലാ സ്ത്രീകളും തിരിച്ചറിയേണ്ട ഒരു വചനഭാഗമാണിത്. നിന്നെ ദൂരദേശത്തു നിന്നും വിവാഹം കഴിച്ച് പുതിയൊരു ദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ദൈവം പറയുക, നീ ആ ജനത്തെയും ആ നാടിനെയും ഇനി മറക്കണം, പിതൃഭവനത്തെയും നീ മറക്കണം. എന്ന് പറഞ്ഞാൽ നീ പുതിയ ഒരു ഭവനത്തിലേക്ക് വന്നിരിക്കുന്നു, നിന്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലേക്ക് നീ വന്നിരിക്കുന്നു. ഇനി അവിടെയുള്ളവരെ നീ പ്രധാനമായും കാണണം, ശ്രേഷ്ഠതയോടെ കാണണം, അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം. അതിന് മുതിരാതെ വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വിവാഹം കഴിച്ചു വരുന്ന സ്ത്രീകൾ ചിലവരെങ്കിലും ചെയ്യുന്നത് എന്താ? അവർ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് എത്തിപ്പെട്ടാലും സദാസമയം ഈ സ്ത്രീകൾ അവരുടെ അമ്മയെയും അപ്പനെയും ആ ദേശത്തുള്ളവരെയും വിളിച്ച് സംശയങ്ങൾ ചോദിക്കുക, കാര്യങ്ങൾ ചോദിക്കുക. അപ്പോഴോ പെട്ടെന്ന് തിന്മയുടെ ഒരു സ്വാധീനം ഇവരുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. ചില കാര്യങ്ങളെക്കുറിച്ച് ആകാംക്ഷ ഉണ്ടാവുന്നു. സ്വന്തം ഭർത്താവിനോട് ചോദിക്കുകയും സ്വന്തം ഭർത്താവുമായി നിന്റെ സംശയങ്ങളും നിന്റെ വേദനകളും നിന്റെ ആകുലതകളും നീ പങ്കുവെക്കണമെന്നാണ് ദൈവം പറയുന്നത്. മാത്രമല്ല, സ്വന്തം ഭർത്താവിൻ്റെ കുറ്റങ്ങൾ നീ നിന്റെ വീട്ടിലുള്ളവരോട് പറഞ്ഞു കേൾപ്പിച്ച് ഭർത്താവിനെ തരം താഴ്ത്തുമ്പോൾ നീ നിന്നെ തന്നെയാണ് തരം താഴ്ത്തും തിരിച്ചറിയുന്നില്ല. നിന്റെ വീട്ടിലുള്ള അമ്മയോടും അപ്പനോടും സഹോദരങ്ങളോടും എപ്പോഴും ഭർത്താവിനെക്കുറിച്ചും ഭർത്താവിൻ്റെ കുറ്റങ്ങളെക്കുറിച്ചും ഭർത്താവിൻ്റെ കുടുംബത്തിലുള്ള കുറ്റങ്ങളെക്കുറിച്ചും നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരുന്നു. അത് അസ്വസ്ഥതയ്ക്കും ബുദ്ധിമുട്ടുകൾക്കും കലഹങ്ങൾക്കും കാരണം ആകുമെന്ന് മറന്നു പോകരുത്. വചനത്തിന് അധിഷ്ഠിതമായി വചനത്തോട് ചേർന്ന് നിന്ന് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വചനത്തിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടും. അത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇനി ഇപ്പോൾ പുരുഷനും സ്ത്രീക്കുമുള്ള വചനങ്ങളായി ഒരു പുരുഷൻ എങ്ങനെ ജീവിക്കണം, ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണം എന്ന് വളരെ വ്യക്തമാക്കി ദൈവമായ കർത്താവ് കാണിച്ചു തരിക. കുടുംബജീവിതത്തിൻ്റെ മഹനീയതയെയും മാഹാത്മ്യത്തെയും അവിടുന്ന് കാണിച്ചു തരുന്നു. വീണ്ടും ഇനി ഒരു കുടുംബജീവിതം നയിക്കുന്ന ഭാര്യയും ഭർത്താവും തങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത്? അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കാണ് അവരൊന്ന് ആസനം കൊടുക്കേണ്ടത്. പ്രാർത്ഥന വഴിയായിട്ട് അവർക്ക് എന്താണ് കിട്ടേണ്ടത്? ദൈവത്തിൻ്റെ ദാനമായ മക്കളെ. അതിനുവേണ്ടി അവരെന്ത് ചെയ്യണം? അവർ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാ നിരതരായിരിക്കണം.
വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാര്യയും ഭർത്താവും ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവസന്നിധിയിലിരുന്ന് തങ്ങളുടെ മനസ്സും ഹൃദയവും ദൈവത്തിലേക്ക് ഇറക്കി വെച്ച് തങ്ങളുടെ ജീവിത നിയോഗങ്ങളെ ഒരുമയോടുകൂടി ഈശോയ്ക്ക് സമർപ്പിക്കണം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുവചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഭൂമിയിൽ നിങ്ങളിൽ 2 പേര് ഒരുമിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നടത്തിത്തരും. എന്ത് മനോഹരമായ വചനമാണത്! ഭൂമിയിൽ നിങ്ങളിൽ 2 പേര് ഒരുമിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരുമെന്നുള്ള വാഗ്ദാനമാണ് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നത്. ഈശോ ഉറപ്പ് തരുക. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഈശോയുടെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ടത് ആരാ? കുഞ്ഞുങ്ങളാണ്. സങ്കീർത്തന പുസ്തകം 127 3-ാം വാക്യം ഇപ്രകാരം അരുളി ചെയ്യുന്നു: കർത്താവിൻ്റെ ദാനമാണ് മക്കളെന്ന്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക, പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നു: എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും ആഗ്രഹങ്ങളും ഞാനിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കുടുംബനാഥൻ്റെ പ്രാർത്ഥന മാത്രമാകരുത്, കുടുംബനാഥയുടെ പ്രാർത്ഥന മാത്രമാകരുത്. അതിനെ ഓർമ്മിപ്പിച്ചില്ലേ? 2 പേര് ഒരുമിച്ച് ചോദിക്കണമെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുവാനായി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങൾ ഒരുമിച്ചിരുന്ന് വേണം പ്രാർത്ഥിക്കാൻ. ഭർത്താവ് പറയരുത്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഭാര്യയുടെ ചുമതലയാണ്. ഭാര്യ പറയരുത്, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ തനിയെ പ്രാർത്ഥിച്ചുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു കലഹം പ്രാർത്ഥനയുടെ മേഖലയിൽ ഉണ്ടാവരുത്. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും ഒരുമിച്ച് യോജിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ചോദിച്ചാൽ ദൈവം നിങ്ങൾക്കത് നടത്തി തരുമെന്ന് വചനം പറയുന്നുണ്ടല്ലോ. സങ്കീർത്തന പുസ്തകം 127:3 വചനം നമ്മളെ ഓർമ്മിപ്പിച്ചു: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ. മക്കൾക്ക് വേണ്ടി നമ്മളെപ്പോഴും ആഗ്രഹിച്ച് ദാഹിച്ചു പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ ദാനമാണല്ലോ മക്കൾ. ഞങ്ങൾക്കുണ്ടാകേണ്ട മക്കള് ദൈവം ദാനമായി തരുന്നതാണ്. ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ മേഖലയിൽ പിന്നോട്ട് നിൽക്കാൻ പാടില്ല. നിങ്ങൾ സന്താനപുഷ്ടി ഉള്ളവരായി പെരുകുവിനെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം ദാനമായി നൽകുന്ന മക്കളെ സ്വന്തമാക്കുക എന്നുള്ളത്. ആ മക്കൾക്ക് സൗന്ദര്യം കുറവുണ്ടോ, കഴിവ് കുറവുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. മറിച്ച് ദൈവം തന്നിരിക്കുന്നതാണ് നമ്മുടെ മക്കൾ. ദൈവം തരുന്ന മക്കൾ അത് എത്ര പേരാണെങ്കിലും അവരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അങ്ങനെ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ചേർന്ന് നിന്ന് ഒരുമയോടെ ഒരേ സ്വരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ അഭിഷേകവും കൃപയും കടന്നു വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് കുടുംബത്തിൻ്റെ വേദനകൾ മക്കൾ അറിയരുത്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വേദനകൾ മക്കളോട് പറയരുത് എന്നൊക്കെ. നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മക്കളോട് പങ്കുവെക്കണം. മക്കൾ അറിയണം. അവരുടെ ജീവിതത്തിലും അവർ തിരിച്ചറിയണം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാവാം.
അതിന് നമ്മൾ കണ്ടെത്തേണ്ട ഏറ്റവും വലിയ ഉപാധി സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുവാനായി നമ്മൾ മുറിയിൽ ഒരുമിച്ചിരിക്കണം. ആ സമയം നമ്മൾ പറയണം. ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും പറഞ്ഞ് പ്രിയപ്പെട്ട മാതാപിതാക്കളും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കളെ, നമ്മുടെ കുടുംബം പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. ഒരുമിച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, നമ്മളത് പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുമ്പോൾ മക്കൾ ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കരമുയർത്തും. നമ്മുടെ മക്കൾ തിരിച്ചറിയും, എൻ്റെ അമ്മയും അപ്പനും വേദനിക്കുന്നുണ്ട്, അവർ കഷ്ടപ്പെടുന്നുണ്ട് എന്ന്. അവർ തങ്ങളുടെ പ്രാർത്ഥനകളിൽ കുടുംബത്തിൻ്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടി സ്വർഗത്തിലേക്ക് കരങ്ങളുയർത്തി ഈശോയോട് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കട്ടെ. സങ്കടങ്ങളായാലും വേദനകളായാലും അത് പരസ്പരം പങ്കുവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഐശ്വര്യമായി, വലിയ സമാധാനമായി ആ വേദനകളൊക്കെ രൂപാന്തരപ്പെടും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. വീണ്ടും വിവാഹ ജീവിതത്തിലായിരിക്കുന്ന ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ട ചില മേഖലകളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖല എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ മേഖലയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് വിശ്വാസത്തിൻ്റെ മേഖല. ഹെബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം 4-ാം തിരുവചനം. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 4-ാം തിരുവചനം. വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ, മണവറ മലിനമാകാതിരിക്കട്ടെ. കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ വീണ്ടും ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കണേ. വചനം ഇപ്രകാരമായിരുന്നു: എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. ക്രിസ്തീയ പശ്ചാത്തലത്തിൽ വിവാഹം എന്നത് കൂദാശയാണ്. ദേവാലയത്തിൽ വെച്ച് നടത്തുന്ന വിവാഹമെന്ന കൂദാശയ്ക്ക് അതിൻ്റെതായ പവിത്രതയും വിശുദ്ധിയുമുണ്ട്. ഇതൊരു തമാശയല്ല. ഇന്ന് നമ്മൾ ഒരാളെ കല്യാണം കഴിച്ചു, നാളെ നമ്മൾ മറ്റൊരാളെ കല്യാണം കഴിക്കുന്നു. അങ്ങനെയൊന്നല്ല ക്രിസ്തീയ രീതിയിലെ വിവാഹം എന്ന കൂദാശ. വചനം പറയുന്നുണ്ടല്ലോ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന്. ദൈവമാണ് യോജിപ്പിച്ചത് വിവാഹം എന്ന കൂദാശയിലൂടെ രണ്ട് വ്യക്തികളെ. അങ്ങനെയെങ്കിൽ അവരുടെ ജീവിതം വിശുദ്ധവും വിശ്വാസം നിറഞ്ഞതുമായിരിക്കണം. വചനം നമ്മൾ ശ്രദ്ധിച്ചു, മണവറ മലിനമാകാതിരിക്കട്ടെ. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുക, നിങ്ങളുടെ സ്നേഹം പരസ്പരം പങ്കിടുക. നീ സ്നേഹം അന്വേഷിച്ച് മറ്റൊരു വ്യക്തിയുടെ പിന്നാലെ പോകാൻ ഒരിക്കലും ഇടവരുതരുന്ന് ഈശോ പറയുന്നു. നിനക്ക് തന്നിരിക്കുന്ന വ്യക്തി ഈ ലോകത്തിൽ വെച്ച് നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അത് ദൈവം ആഗ്രഹിച്ചു തന്ന വ്യക്തിയാണ്. അതിനെക്കുറിച്ച് മോശമായതോ ഇത് നല്ലതല്ല എന്നോ ഇതിന് കുറവുകളുണ്ടോ എന്നോ ഒന്നും പറയാൻ നിനക്ക് കഴിയരുത്, നീ പറയരുത്. മറിച്ച് ദൈവം തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിന്റെ ജീവിതം വിശ്വസ്തതയുടെ ജീവിതമായി മാറട്ടെ. വചനം നമ്മൾ കേട്ടുവല്ലോ, അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ജീവിതത്തിൽ അസ്വസ്ഥതകൾ കടന്നു വരും. അവിശ്വസ്തത എപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നോ അത് നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായി ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കുടുംബത്തിൽ ഒരു വ്യക്തി അവിശ്വസ്തയുടെ മേഖലയിലേക്ക് പോയാൽ അത് ആ വ്യക്തിയെ മാത്രമല്ല ആ കുടുംബത്തെ പൂർണ്ണമായി ബാധിക്കും എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. കുടുംബ ബന്ധങ്ങൾ തകരുവാൻ ഇടവരും. കുടുംബത്തിൻ്റെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടാൻ ഇടവരും.
അതുകൊണ്ട് നമ്മൾ വിശ്വസ്തതയുടെ ജീവിതമാണ് നയിക്കേണ്ടത്. വീണ്ടും മലാക്കിയുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ, പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നത് ഇങ്ങനെയാണ്: പ്രിയ ഭർത്താവേ, നീ ഭാര്യയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കൂ. പ്രിയ ഭാര്യയെ, നീ ഭർത്താവിനോട് വിശ്വസ്ത പുലർത്തി ജീവിക്കൂ. അവിശ്വസ്തത കടന്നു വന്നാൽ അത് നിന്റെ ജീവിതത്തിൻ്റെ നാശത്തിന് കാരണമാകും, നിന്റെ കുടുംബത്തിൻ്റെ നാശത്തിന് കാരണമാകും. അതുകൊണ്ട് യാതൊരു കാരണവശാലും അവിശ്വസ്തതയിലേക്ക് നീ പോകരുത്. നിന്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ കടന്നു വരാം, പക്ഷേ ആ പ്രലോഭനങ്ങളെ നീ അതിജീവിക്കണം. ചില തെറ്റായ ചിന്തകൾ ചില സമയങ്ങളിൽ നമ്മളിലേക്ക് കടന്നു വരാം. ഈ വ്യക്തിയേക്കാൾ നല്ലൊരാൾ അതാണല്ലോ, ഈ വ്യക്തിയേക്കാൾ കൂടുതൽ മേന്മ അതിനുണ്ടല്ലോ. ചില സ്ഥാനമാനങ്ങൾക്കോ ചില വ്യക്തികൾക്കോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തികൾക്കെതിരെ നമ്മൾ അസ്വസ്ഥത പ്രകടിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, മലാക്കിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനം അവസാന വാക്കിങ്ങനെയാണ്: അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക, അവിശ്വസ്തത കാണിക്കരുത്. കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധിയെ ശ്രദ്ധയോടും കരുതലോടും കൂടി നമ്മൾ കാത്തു പരിപാലിക്കണം. കാരണം കുടുംബജീവിതം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതും വിശുദ്ധവും ശ്രേഷ്ഠവുമായതാണ്. ദൈവം അത്രയേറെ പ്രാധാന്യം കുടുംബജീവിതത്തിന് തരുന്നുണ്ട്. കുടുംബജീവിതത്തിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയെ, പ്രിയപ്പെട്ട ഭർത്താവെ, നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും വിശ്വസ്തയോടുകൂടി നിങ്ങൾ നിർവഹിക്കുക. വചനത്തെ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ജീവിതത്തെ കാത്തു പരിപാലിക്കുക. വചനാധിഷ്ഠിതമായി നിങ്ങൾ ജീവിക്കുക. വചനത്തിൻ്റെ അഭിഷേകം നിന്നിലേക്കും നിൻ്റെ കുടുംബത്തിലേക്കും കടന്നു വരും. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.